നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ചിപ്പി വാങ്ങിക്കാൻ പോകുന്ന കഥ കേട്ടാലോ? ചിപ്പി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ചിപ്പി, മറ്റുള്ള സ്ഥലങ്ങളിൽ കല്ലുമ്മക്കായ എന്നൊക്കെ പറയും. അപ്പോൾ ചിപ്പി ആക്ച്വലി എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സാധനമാണ്. അതിൻ്റെ സ്വാദ് അറിഞ്ഞ് കഴിക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ അത്ര സ്വാദോട് കൂടി ചിപ്പി വയ്ക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അമ്മ അങ്ങനെ അധികം ചിപ്പി കഴിക്കില്ല. എന്നെ കാരിങ് ആയിരിക്കുമ്പോൾ അമ്മ എന്തോ കഴിച്ച് വോമിറ്റ് ചെയ്ത ശേഷം അമ്മ കഴിക്കില്ല. കള്ളിക്കടമ്മ ഈ സാധനത്തിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി, അമ്മയ്ക്ക് പിന്നെ വയറിന് പ്രശ്നമായിട്ട് എന്തോ ഫുഡ് അലർജി പോലെ ചിപ്പി മാത്രം അമ്മയെ കൊണ്ട് പറ്റത്തില്ല, ഉപ്പ് പോലും നോക്കത്തില്ല, അതങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും വലിയ താല്പര്യമില്ല, വേദയ്ക്ക് ഞാൻ കഴിക്കില്ല എന്നല്ല, വലിയ താല്പര്യമില്ല. പക്ഷേ ഏട്ടന് ഇഷ്ടമാണ്. ഏട്ടൻ എപ്പോഴോ കോഴിക്കോടും കണ്ട് പോയപ്പോൾ ആരാണ്ട് വെച്ച് കൊടുത്തു, ഭയങ്കര സ്വാദെന്ന് പറഞ്ഞിട്ട് എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരും. അതുപോലെ ഞങ്ങളാരും വെച്ചാൽ ഒക്കില്ല എന്ന് പറയുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ചിപ്പി വാങ്ങാൻ പോകുന്നത് നമ്മുടെ വെള്ളയാണി വഴിയാണ് പോകുന്നത്. കോവളത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ വെള്ളയാണിയിൽ നമ്മുടെ മുട്ട കിട്ടുന്ന കടയിൽ അതുവഴി പോയപ്പോൾ മുട്ട ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ കടയൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ മുട്ടയുണ്ട്, ഇപ്പം തരാമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ തുറന്നൊക്കെ വരുന്നതല്ലേ ഉള്ളൂ, തിരിച്ച് വരുമ്പോൾ ചേട്ടൻ്റെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് വെള്ളായണിയുടെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു സൈഡിൽ കായൽ, ഒരു സൈഡിൽ വയൽ, നമ്മുടെ കിരീടം പാലമൊക്കെ നന്നായിട്ട് പുതുക്കി പണിത് നല്ലതായിട്ട് സുന്ദരനായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. സീരിയൽ, സിനിമ, ആൽബം, ഫോട്ടോഷൂട്ട് എല്ലാം അതിഗംഭീരമായിട്ട് നടക്കുന്ന ഒരു മെയിൻ ലൊക്കേഷനാണ് ഈ ഒരു വെള്ളായണി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വെള്ളയാണിയുടെ പ്രകൃതി സൗന്ദര്യം എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കോവളത്തേക്ക് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ചിപ്പി ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്ത സാധനം, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളാരും വെച്ചു കൊടുത്താൽ ഏട്ടാ കൊള്ളൂല എന്ന് പറഞ്ഞേ കഴിക്കത്തുള്ളൂ. എങ്കിലും ഈ സാധനം വാങ്ങാൻ പോവുകയാണ്. ഏട്ടനൊരു പ്രത്യേകതരം ജീവിതമാണ് കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം അങ്ങ് ഉഗാണ്ടയിൽ കിട്ടുമെന്ന് പറഞ്ഞാലും ഏട്ടൻ അവിടെ പോയി വാങ്ങിക്കും. അപ്പോൾ ഈ ചിപ്പി സീസൺ ആയാലും നമ്മുടെ വീടിൻ്റെ സൈഡിൽ, റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് വിൽക്കാറുണ്ട്. ഇവിടുത്തെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കോവളം വരെ വന്ന് വാങ്ങുന്നത്. ഇപ്പോൾ കരിമീൻ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാറുണ്ടെങ്കിലും വെള്ളായണിയിലെ കരിമീനെ ഏട്ടൻ കഴിക്കത്തുള്ളൂ. താറാവും എവിടെയെങ്കിലുമൊക്കെ കിട്ടാറുണ്ടെങ്കിലും വെള്ളായണിയിലെ താറാവേ ഏട്ടൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏട്ടൻ ചിപ്പി അന്വേഷിച്ച് പോവാണ്. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം എന്തോ നമ്മൾ കോവളത്ത് വന്നപ്പോൾ നല്ല വലിയ ചിപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ചിപ്പി എന്ന് പറഞ്ഞാൽ നല്ല മസിലൊക്കെ ഉള്ള നല്ല അടിപൊളി ചിപ്പി കിട്ടിയായിരുന്നു. അപ്പോൾ ആ ചിപ്പി തേടിയാണ് ഇപ്പോഴും നമ്മൾ കോവളത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അന്ന് നല്ല രാവിലെ വന്നപ്പോൾ കിട്ടി. ഇതും ഇപ്പോൾ വേറെ സ്കൂളിൽ വിട്ട് കുറച്ച് കഴിഞ്ഞുടനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ദൈവമേ കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. സാധനം ഇതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ടിട്ട് വേവിച്ച് വൃത്തിയാക്കി കഴുകി പറക്കി ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പണി വാളും കേട്ടോ. മനസ്സിലേട്ടാ വാങ്ങിരേട്ടാ വാ ഏട്ടാ പോവാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ കിട്ടല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്ലൂ സീ ഹോട്ടൽ. കോവളത്തിനടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെയാണ് നമ്മുടെ ഓട്ടോഗ്രാഫ് സീരിയലിൽ ബോയ്സ് ഹോസ്റ്റലായിട്ടും ഗേൾസ് ഹോസ്റ്റലായിട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫുൾ ഇവിടെ ബ്ലൂ സീ ആട്ടോ. പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ചിപ്പി കിട്ടല്ലേ എന്ന പ്രാർത്ഥനയോടെ ഞാനും കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഏട്ടനും പോവുകയാണ്. പക്ഷേ ഞാൻ കിട്ടല്ലേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന ഞാൻ ഏട്ടനെ അറിയിച്ചില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മാത്രമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ കോവളത്ത് എത്തിയിട്ടുണ്ട്. കോവളത്ത് വന്നപ്പോൾ ചിപ്പിയും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അവിടെ ഇരുന്നൊരു അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ ഇവിടെ ചിപ്പി ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു, ദേ ആ പാറ കണ്ടോ, അവിടെ നിന്നാണ് ചിപ്പി വരുന്നത്, അങ്ങോട്ട് ഒന്നീ പോവുക അല്ലെങ്കിൽ അവർ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാറയുടെ ഇടയിൽ നിന്നൊക്കെ അല്ലേ ചിപ്പി എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യവും ഈ വലിയ ചിപ്പി കിട്ടിയത് ഈ പാറയുടെ ആ സൈഡിൽ നിന്നാണ്. അവർ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും, അപ്പോൾ കൊണ്ടുവരും, അങ്ങനെയാണ് വാങ്ങുന്നത്. അപ്പോൾ ആ അങ്കിൾ അതുപോലെ പറഞ്ഞു, ഇവിടെ കുഞ്ഞ് ചിപ്പിയാണുള്ളത്, വലിയ ചിപ്പി വേണമെങ്കിൽ വിഴിഞ്ഞത്ത് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഏട്ടന് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഇവിടെ നിന്ന് വലിയ ചിപ്പി വാങ്ങിച്ചതുകൊണ്ട് ഇവിടുത്തെ ചിപ്പിയെ ഏട്ടൻ കഴിക്കത്തുള്ളൂ, വിഴിഞ്ഞത്തുണ്ടാവില്ല, ഇവിടെ നിന്ന് വാങ്ങാം. അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവരിപ്പോൾ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴേക്കും അവിടെ ഏതോ ഷൂട്ട് നടക്കുന്നുണ്ട്. ഫിലിമിൻ്റെ ആണോ സീരിയലിൻ്റെ ആണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു സീരിയലിൻ്റെ ഷൂട്ടായിരിക്കും. സീരിയൽ ഷൂട്ടിംഗ് മെയിൻ കേന്ദ്രങ്ങളാണ് ഇവിടെ എല്ലാം. അപ്പോൾ സീരിയലിൻ്റെ എന്തോ ഷൂട്ട് നടക്കുകയാണ്. ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് സീരിയൽ ഷൂട്ട് കണക്കാണ് തോന്നുന്നത്. അപ്പോൾ ആൾക്കാർ ചിപ്പിയെല്ലാം വാങ്ങിച്ചിട്ട് ഇതേ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിപ്പി പിടിച്ചിട്ട് തലയിൽ ചുമന്നുകൊണ്ട് വരുന്ന ചേട്ടന്മാരും ഉണ്ട് കേട്ടോ. എന്തായാലും ഏട്ടൻ പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ പറഞ്ഞു, ഏട്ടാ അവരിങ്ങോട്ടല്ലേ വരുന്നത്, എനിക്ക് അങ്ങോട്ട് പോയി നോക്കിയാലേ പറ്റില്ല. ഞാൻ പറഞ്ഞു, പിന്നെ ശരി പോ, എനിക്കിവിടെ നിന്ന് ചാടാനൊന്നും പറ്റത്തില്ല, ഏട്ടൻ പോയി നോക്കിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്നു. ഏട്ടൻ പോയി ചിപ്പി നോക്കാനായിട്ട് പോവുക കേട്ടോ.
അപ്പോഴേക്കും ആ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ചേട്ടൻ ഒരു ബിഗ് ഷോപ്പർ നിറയെ 500 രൂപയ്ക്ക് എന്തോ ചിപ്പി വാങ്ങിച്ചിരിക്കണം കേട്ടോ. പക്ഷെ അത് കുഞ്ഞു ചിപ്പിയെ. ഞാൻ ചോദിച്ചു, ദൈവമേ 500 രൂപയ്ക്ക് നിങ്ങൾ ബിഗ് ഷോപ്പർ നിറച്ച് ചിപ്പി വാങ്ങിച്ചോ, ഇതിനി ആര് വൃത്തിയാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തോ പുറത്ത് കൊടുത്തു വിടാനാണ്, ഞങ്ങളിതിന് വൃത്തിയാക്കാൻ പാട് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞത് ആ ചേട്ടനാട്ടോ. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിൽ കുറേ പേരൊക്കെ ഉണ്ടാവും, എല്ലാവരും കൂടി ഇരുന്ന് വൃത്തിയാക്കുമായിരിക്കും. ആ ബിഗ് ഷോപ്പർ നിറയെ ചിപ്പിയാണ്. ദൈവമേ ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്മൾ ഇവിടെ സാധാരണ 100 എണ്ണം 50 എണ്ണം ആ കണക്കിനൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 100 എണ്ണം വാങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. ആ 100 എണ്ണം തന്നെ വൃത്തിയാക്കണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന എൻ്റെ കൂടി ആ ഒരു ബിഗ് ഷോപ്പറും കൊണ്ടുവന്ന ആ ചേട്ടൻ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. അതും കുഞ്ഞു ചിപ്പി. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ കുഞ്ഞു ചിപ്പി ആയതുകൊണ്ട് നമ്മളിവിടെ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ നിന്നപ്പോഴേക്കും രാവിലെ മുതൽ നല്ല മഴക്കാറുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയെല്ലാം പൊടിഞ്ഞു തുടങ്ങി. ഏട്ടനാണെങ്കിൽ ഇവിടെ നിന്ന് മനസ്സ് പോകുന്നില്ല. ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും ചിപ്പി വരും, ചിപ്പിയും വാങ്ങിച്ചിട്ട് പോകാൻ. ഞാൻ പറഞ്ഞു ഏട്ടാ, അന്ന് നമ്മൾ രാവിലെയാണ് വന്നത്. അവിടെ അപ്പോൾ ചിപ്പി ഉണ്ടായിരുന്നു. ഇവിടെ ചിപ്പി ഇല്ലയെന്ന് ഇവിടെ താളെ തന്നെ പറയില്ലേ, തൊട്ടടുത്താണ് വിഴിഞ്ഞം, നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോവാം. എനിക്കിവിടെ നിന്ന് ഇപ്പോൾ തന്നെ വാങ്ങണം. ഞാൻ പറഞ്ഞു ഏട്ടാ, സമയം വേസ്റ്റ് ചെയ്യട്ടെ, ഇപ്പോൾ പോയാൽ വിഴിഞ്ഞത്തുനിന്നെങ്കിലും കിട്ടും, പിന്നീട് അവിടെ നിന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം പറഞ്ഞ് വിളിച്ച് നേരെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് ചിപ്പി ഉണ്ടെന്നുള്ളത് ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് വിഴിഞ്ഞത്ത് ചിപ്പി അന്വേഷിച്ച് പോകുന്നത്. പക്ഷേ പോയി പള്ളിയുടെ ആ സൈഡിൽ വിഴിഞ്ഞം ആ ഒരു പള്ളിയുടെ അവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പള്ളിയുടെ അടുത്ത് വരെ പോയിട്ടും ആരെയും ഒന്നും കാണാനില്ല. അങ്ങനെ അവിടെ ഒരു ഓട്ടോ ചേട്ടൻ നിർത്തിയിട്ടേക്കായിരുന്നു. ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും ചിപ്പി കിട്ടുന്ന സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അതേ ആ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് റോഡ് കിടപ്പുണ്ട് കേട്ടോ. പള്ളിയുടെ അവിടെ വന്ന റോഡ് നിൽക്കുകയാണ്, എൻ്റെ ആവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് റോഡ് കിടപ്പുണ്ട്, ദേ ഈ റോഡ് പെട്ടെന്ന് പൊയ്ക്കോ കിട്ടും, പിന്നീട് കിട്ടത്തില്ല, വേഗം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഏട്ടൻ സ്കൂട്ടറൊക്കെ സ്പീഡ് കൂട്ടി അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. ഭയങ്കര സന്തോഷത്തോടെ ഏട്ടൻ പോവാണ്. ഞാൻ ഈശ്വര പണി പാളിയല്ലോ, മനസ്സിൽ ഈശ്വര പണി പാളിയല്ലോ, ഇനി ഞാൻ ഈ ചിപ്പിയെല്ലാം കൂടി വൃത്തിയാക്കുന്ന പാട് എഴുതിയിട്ടോ. പിന്നെ എനിക്ക് നന്നായിട്ട് ചിപ്പി കുക്ക് ചെയ്യാനും അറിയത്തില്ല. നമ്മളൊരു ഉദ്ദേശം വെച്ച് 1-2 പ്രാവശ്യമൊക്കെ വാങ്ങിച്ചു ഫ്രൈ ചെയ്തൊക്കെ എടുത്തു എന്നല്ലാണ്ട് എനിക്ക് വലിയ രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയത്തില്ല. നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാത്തത് കൊണ്ടാകാം ഒരു ചിപ്പി അത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാത്തത്. ഏട്ടൻ്റെ മനസ്സിൽ ഡാൻസ് കളിക്കുക കേട്ടോ. അതേ ചാക്കിലൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നു, നിറയെ ചിപ്പിക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അത് ഞാൻ പറയാം, എന്തായാലും കുഞ്ഞു ചിപ്പി വാങ്ങിക്കല്ലേ, വലുതാണെങ്കിലേ വാങ്ങാവൂന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും ഒരു മീഡിയം സൈസ് ചിപ്പി കണ്ടു. ഇതിനെക്കാട്ടി വലിയ ചിപ്പിയായിരുന്നു അന്ന് കോളത്തുനിന്ന് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വാങ്ങിയത്. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. പക്ഷേ ഇവിടെ എല്ലാവരും ലേലം വിളിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ലേലം വിളിച്ച് വേണ്ട, നമുക്ക് ആകെ 100 ചിപ്പി മതി. അപ്പോൾ ഒരു 5 പേരൊക്കെ നിന്ന് വേണമെങ്കിൽ ലേലം വിളിച്ചിട്ട് ഷെയർ ആയിട്ട് എടുക്കാം. അല്ലാതെ ലേലം വിളിച്ച് മാറിയവരൊക്കെ 100 ചിപ്പിയായിട്ട് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, 100 ചിപ്പി ആരെന്നെങ്കിലും വാങ്ങാമെന്നും പറഞ്ഞ് അങ്ങനെ ചോദിച്ചപ്പോഴാണ് 100 ചിപ്പി 1500 രൂപയെന്ന്. ഞാൻ ഉടനെ എന്നിങ്ങനെ നോക്കി. 1500 രൂപ. കാരണം സാധാരണ 100 ചിപ്പിയൊക്കെ 100 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വലിയ ചിപ്പി വാങ്ങിച്ചപ്പോൾ 100 എണ്ണം 200 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ 100 എണ്ണം 1500 രൂപ എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി. എന്നിട്ട് ഞാൻ ഏട്ടനോട് പറയാം, ഏട്ടൻ വേണമെങ്കിൽ വാങ്ങും ഏട്ടാ, ദൈവമേ ഏട്ടൻ വാങ്ങൂ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു, ഇല്ല 1500 രൂപയ്ക്ക് 100 എണ്ണം ഒന്നും വാങ്ങണ്ട, കാരണം ഞാൻ കഴിക്കും, അത്ര ഇഷ്ടമല്ല. വേദയും അത്ര ഇഷ്ടത്തോടെ കഴിക്കില്ല. ഏട്ടനാണെങ്കിലും ഞാനൊന്നും വെച്ച് കൊടുത്താൽ അത്രയും ഇഷ്ടത്തോടെ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം 1500 രൂപ കൊടുത്ത് വാങ്ങുന്നത് നഷ്ടമായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു, ഇല്ല വാങ്ങുന്നില്ല, നിങ്ങളെല്ലാവരും കൂടി കഴിക്കുമെങ്കിൽ വാങ്ങാൻ. ഞാൻ പറഞ്ഞു, കഴിക്കുന്ന കാര്യം പിന്നീട് ചിന്തിക്കാൻ, വേണമെങ്കിൽ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടന് പണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് കോഴിക്കോട് നിങ്ങൾ കണ്ടേ ആരാണ്ട് വെച്ച് കൊടുത്ത് ഭയങ്കര സ്വാദോടു കൂടി കഴിച്ച് ആ ഒരു ടേസ്റ്റ് നിങ്ങൾ ആരും വെച്ചാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ വാങ്ങിച്ചാലും കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഏട്ടൻ 1500 രൂപ കൊടുത്ത് വാങ്ങിച്ച് ഞാൻ ഈ സാധനവും വെച്ച് കൊടുത്തിട്ട് ഏട്ടൻ കഴിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ ഏട്ടൻ വാങ്ങിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെടുത്ത് വളരെ വിഷമത്തോടു കൂടി ഏട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. മനസ്സിൽ എട്ടുപൊട്ടിയ സന്തോഷത്തിൽ ഞാനും പോവുകയാണ് കേട്ടോ. ദൈവമേ രക്ഷപ്പെട്ടു, ഇനിയൊന്നും ഈ ചിപ്പി ഒന്ന് വൃത്തിയാക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. എനിക്ക് ചിപ്പി ഇഷ്ടമാണ്. ഏതാണെന്നറിയോ, ഈ അരിമാവൊക്കെ വെച്ച് ഈ കണ്ണൂരൊക്കെ ചെല്ലുമ്പോഴേ കല്ലുമ്മക്ക എന്ന് പറഞ്ഞാൽ അരിമാവിലൊക്കെ വറുത്തെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ചിപ്പിയുടെ ഷെല്ലിലൊക്കെ വെച്ചിട്ട്. ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴൊക്കെ കണ്ണൂർ പോയപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ആ ഒരു സ്വാദ് നാക്കിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, പ്രിസർവ് ചെയ്തൊക്കെ വരുന്ന ഒരു സാധനം ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റയിലും FBയിലൊക്കെ പോസ്റ്റ് കണ്ടിട്ട് അവരുടെ നിന്നും ഞാൻ വാങ്ങി, അതിലെന്തോ ഒരു 10 പീസൊക്കെ വരും, അതൊക്കെ വാങ്ങി ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ ആ
ചിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അല്ലാതെ നല്ല സ്വാദോടു കൂടി വെച്ച് കഴിച്ചിട്ടുള്ള ചിപ്പി ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ചിപ്പിയിൽ വലിയ താല്പര്യമില്ലാത്തത്. ഞാൻ ഇനി എങ്ങനെയൊക്കെ കുക്ക് ചെയ്താലും ആ ഒരു സ്വാദ് കിട്ടത്തുമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ചിപ്പി ഇരിപ്പുണ്ട്. കുഞ്ഞു ചിപ്പിക്ക് വില കുറവാട്ടോ. 100 രൂപയ്ക്ക് ഒരു പാത്രം തരാമെന്നൊക്കെ പറയുന്നുണ്ട്. വലിയ ചിപ്പിക്കാണ് ഭയങ്കര വില. എന്തായാലും ചിപ്പി വാങ്ങില്ല. നേരെ പാളയം മാർക്കറ്റിൽ വന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, ഈ പാളയം മാർക്കറ്റിൽ മിക്കവാറും ഒരു 10-11 മണി സമയത്തൊക്കെ വന്നാൽ മീൻമുട്ട കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് മീൻമുട്ട വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. ശരി എങ്കിൽ പാളയത്ത് എവിടെ കിട്ടും? ഞാൻ പറഞ്ഞു പാളയത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞിട്ട് പാളയത്ത് വന്നു. പാളയത്ത് വന്നപ്പോൾ മീൻമുട്ടയില്ല, ഒന്നുമില്ല കേട്ടോ. എൻ്റെ ഏട്ടൻ ചിപ്പി വാങ്ങിക്കില്ലേ എന്നുള്ള പ്രാർത്ഥന പോലെ ദൈവം എൻ്റെ മീൻമുട്ട ഉണ്ടാവില്ലേ എന്നും കൂടെ സാധിച്ച് തന്നു എന്ന് തോന്നുന്നു. മീനൊക്കെ നിറയെ ഇരിപ്പുണ്ട് കേട്ടോ. പാളയത്തുനിന്ന് മീൻ വാങ്ങുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ പണി കിട്ടാറുണ്ട്, ചിലപ്പോഴെല്ലാം മിക്കവാറും പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് വാങ്ങുന്നത് അത്രയും താല്പര്യമുള്ള കാര്യമില്ല. പക്ഷേ ചൂരയും വാളയും എല്ലാ മീനും അത്യാവശ്യം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ മാർക്കറ്റിൽ എന്തോ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇരുന്നാണ് മീൻ കച്ചവടങ്ങളെല്ലാം ചെയ്യുന്നത്. അവസാനമായിട്ടും കേട്ട് എന്ത് മീൻ വാങ്ങണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള കൊഞ്ച് വാങ്ങട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ശരി കൊഞ്ച് വാങ്ങ്, ക്ലീൻ ചെയ്ത് വാങ്ങാം. ഞാനപ്പോൾ ഭയങ്കര ഇതോട്ട് പറഞ്ഞു വേണ്ട ക്ലീൻ ചെയ്തൊന്നും വാങ്ങണ്ട, ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ 1 കിലോ കൊഞ്ചാണ് വാങ്ങിയത്. അങ്ങനെ 2 കിലോ കൊഞ്ചെങ്ങാനും അളവ് തെറ്റി തന്നോന്നറിയില്ല. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പണ്ടാറ് ഇതെല്ലാം കൂടി ചിപ്പി വാങ്ങിയില്ലെങ്കിൽ എന്താ, ഞാൻ ഇവിടെ നിന്നൊരു 12 മണിയൊക്കെ ആയപ്പോൾ വീടെത്തിയിട്ട് 2 മണി വരെ ആ കൊഞ്ചുമായിട്ട് ഇരുന്നു കേട്ടോ. എന്നിട്ട് കറിയെല്ലാം വച്ച് വന്നപ്പോൾ 2-3 മണിയായി. നല്ല കിടിലം പണി കിട്ടി. അതിലും ഭേദം ചിപ്പി വാങ്ങുന്നതായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കി. ഏട്ടൻ്റെ ശാപമാണ്. ഏട്ടൻ പക്ഷേ അറിഞ്ഞില്ല ഞാൻ വാങ്ങല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞ കാര്യം. പക്ഷേ എന്തോ ദൈവം കേട്ടല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ ദൈവം കരുതി അവൾ അങ്ങനെ ഇപ്പോൾ സൂഹിക്കേണ്ട, അവന് ചിപ്പി വാങ്ങിച്ച് കൊടുക്കാതെ അവൾ അങ്ങനെ ഇപ്പോൾ സൂഹിക്കേണ്ട, ഈ കൊഞ്ച് വെച്ച് നീ പണിതോ എന്നായിരുന്നു. പക്ഷേ കണ്ടോ 1 കിലോ കൊഞ്ചേ ഉള്ളൂ. എങ്കിലും ഞാൻ എനിക്ക് കൊഞ്ച് വൃത്തിയാക്കാൻ ഒരുപാട് സമയം വേണം കേട്ടോ. അങ്ങനെ കൊഞ്ച് എന്നാൽ അവിടെ നിന്ന് ഒരാൾ ഏട്ടൻ വൃത്തിയാക്കി അവിടെ നിറയെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞതാണ്. എന്തോ അപ്പോൾ എനിക്ക് പറയാൻ തോന്നി വേണ്ട ഏട്ടാ ഞാൻ ക്ലീൻ ചെയ്തോളാമെന്ന്. പക്ഷേ അതൊരു 1.5 പറച്ചിലായിപ്പോയി. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് വീട്ടിൽ ചെന്ന് നമുക്ക് കൊഞ്ച് തീയലൊക്കെ എന്ത് വേണം, വറക്കണോ, തീയൽ വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ് തീയൽ വെക്ക്, വേറെ കറിയൊന്നും ഞാൻ വീട്ടിൽ വെച്ചിട്ടില്ല കേട്ടോ. രാവിലെ വേദയ്ക്ക് പരിപ്പ് കറിയൊക്കെ കൊടുത്ത് വിട്ടതാണ്, അതുകൊണ്ട് വേറെ കറിയൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞെങ്കിൽ തീയൽ വയ്ക്കുകയെന്ന് പറഞ്ഞു. തീയലൂടെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പകുതി കാറ്റ് പോയി കേട്ടോ. തീയൽ തേങ്ങ വറുക്കണം, ഉള്ളി തൊലിക്കണം, അങ്ങനെ എന്തായാലും പിന്നെ തീയലും ഒക്കെ വെച്ചൊരു സമയം. ഏട്ടൻ പറഞ്ഞെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ, തീയലൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ എനിക്കിനി വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേഷ്യം കൊണ്ട് പിന്നെ തീയൽ വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ കാസിം സർബത്ത് ഇവിടെ നമ്മുടെ കുണ്ടമങ്കടവിൽ തുടങ്ങി കേട്ടോ. കുണ്ടമങ്കടവ് പേയാടിനടുത്തായിട്ട് അതിനിടയ്ക്കായിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ കാസിം സർബത്ത്. ഞാൻ ഇവിടെ നിന്ന് കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ മനസ്സിലൊരാഗ്രഹം ഇവിടുത്തെ സർബത്ത് കുടിക്കണമെന്ന്. അപ്പോൾ കാടമുട്ട ഉണ്ടായിരുന്നു. മുട്ട കഴിക്കാൻ പറ്റിയില്ല. തിരിച്ച് നമ്മൾ വേറെ വഴി കൂടെയാണ് വന്നത്, മറ്റേ ചേട്ടൻ്റെ കടയിൽ നിന്നേ. അപ്പോൾ ആളയത്ത് കയറാനായിട്ട് വേറെ വഴി കൂടെയാണ് വന്നത്. അപ്പോൾ ആ ഒരു വിഷമം ഈ കാടമുട്ടയിൽ ഞാൻ തീർത്തു. കാടമുട്ട എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ സർബത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ കാസിം സർബത്തിൽ നിന്ന് ഈ മിൽക്ക് സർബത്ത്, അവിടെ മിൽക്ക് സർബത്ത് മാത്രമേ ഉള്ളൂ, ഒരു മിൽക്ക് സർബത്ത് വാങ്ങി കഴിച്ചു നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സർബത്തെല്ലാം കുടിച്ചു. നേരെ വീട്ടിൽ പോയി കൊഞ്ച് തീയിലെല്ലാം വെച്ചു. തീയിൽ വയ്ക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കാത്തത് കാരണം ഒരുപാട് ലേറ്റായി. പിന്നെ വീഡിയോ എടുത്തിട്ടിരുന്നാൽ വീണ്ടും ലേറ്റാവും. 3 മണിയായി ലഞ്ച് കഴിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഞ്ചല്ലല്ലോ ചിപ്പി വാങ്ങാൻ പോയ കഥ. ചിപ്പി വാങ്ങാൻ പോയി കൊഞ്ച് വാങ്ങി ഇരട്ടിപ്പണി കിട്ടി ഇരിക്കുന്ന ശ്രീകുട്ടിയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീകുട്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാസിം സർബത്ത് ഒന്ന് ട്രൈ ചെയ്യുക. മുട്ട ട്രൈ ചെയ്യാൻ ഞാൻ പറയില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ചിപ്പിയൊക്കെ എനിക്ക് കണ്ണൂരുള്ള കല്ലുമ്മക്കായ വറുത്തത്, അരിമാവിലിട്ട് വറുത്ത, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് ചിപ്പി നല്ല രീതിയിൽ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. കണ്ണൂരൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്നെ സ്വീകരിച്ചിട്ട് ആ കല്ലുമ്മക്കായ നല്ല സ്വാദോട് വെച്ച് തരും കേട്ടോ. ഭക്ഷണപ്രിയയായ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ.